ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചെമ്മന്തി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, ഒരു 5 ഉണക്കമുളക്, ഒരു 5-6 ചീരുള്ളി, പിന്നെ പച്ചമാങ്ങ. അപ്പോൾ ഈ ചീരുള്ളിയും മുളകും നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് മുളക് ഇതാ ഗ്യാസിൽ ഇങ്ങനെ കാട്ടിയിട്ടൊന്ന് ചുട്ടെടുക്കാം. ബാക്കിയുള്ളതും കൂടെ അപ്പോൾ ഇതാ ചീരുള്ളി ഇതാ ഇതുപോലെ നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചീരുള്ളി വേവട്ടെ. ബാക്കിയുള്ളതും കൂടെ ചുട്ട് അങ്ങനെ നമ്മുടെ ചീരുള്ളി ചുട്ടെടുത്തോ, മുളകും ചുട്ടെടുത്തോ. ഇനി ചീരുള്ളി ഒന്ന് ക്ലീൻ ചെയ്ത് വരാം കേട്ടോ. ചീരുള്ളി ഇതാ ക്ലീൻ ചെയ്തു കഴുകിയെടുത്ത് ഇനി നമുക്ക് ചമ്മന്തി അരക്കാം. ആദ്യം പച്ചമുളക് ചുട്ടുവെച്ച മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാ ഈ ഉള്ളി ഇട്ടെടുക്കാം. അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഉപ്പും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ കേട്ടോ. മാങ്ങ ഒരുപാട് അരയേണ്ടെന്ന് വെച്ചിട്ടാ, അതാണ് ടേസ്റ്റ്. നമ്മുടെ ചെമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. പിന്നെ എന്താ പറയുക, ഇത് കറി ഇല്ലെങ്കിലും ഈ ചെമ്മന്തി കൂട്ടി ചോറ് വയ്ക്കാൻ പറ്റും, അത്രയും ടേസ്റ്റാണ്. പഴമക്കാർക്കൊക്കെ അറിയാലേ ഇങ്ങനെ ഒരു ചെമ്മന്തി. പിന്നെ ഉണ്ടാക്കി നോക്കോണ്ടി കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.